ഓക്കെ, എഴുതിക്കോ. നീ എന്ന് എഴുതിക്കും. ഡ്യൂറിങ് സീ ബ്രീസ്. അപ്പൊ സീ ബ്രീസിന്റെ ടൈമിൽ എന്താ സംഭവിക്കാന്നാ നമ്മൾ പറഞ്ഞത്? ഡേ ടൈമിൽ ലാൻഡ് പെട്ടെന്ന് ഹീറ്റ് ആവും. പക്ഷെ വാട്ടർ എന്താ സംഭവിക്കുക? വാട്ടറിന് സ്പെസിഫിക് കപ്പാസിറ്റി കൂടുതലാണ്. ശ്രദ്ധിക്കുക കേട്ടോ. വാട്ടറിന് സ്പെസിഫിക് കപ്പാസിറ്റി കൂടുതലായതുകൊണ്ട് വാട്ടർ പെട്ടെന്ന് ചൂടാവത്തില്ല. ചൂടാവും, എന്നാലും ആരായിരിക്കും ഫാസ്റ്റിൽ ചൂടാവുന്നത്? ലാൻഡ് ചൂടാവും. അതുകൊണ്ട് എവിടെ നിന്ന് എങ്ങോട്ട് വിൻഡ് വരും? അതായത് സീയിൽ നിന്ന് ലാൻഡിലേക്ക് വീശും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? സീ ബ്രീസ്. അപ്പൊ ലാൻഡ് ബ്രീസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ലാൻഡ് ബ്രീസ് അപ്പൊ നൈറ്റ് ടൈം ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് കൂളാവുന്നത് ആരായിരിക്കും? ലാൻഡ്. ഓക്കെ, സീ ബ്രീസ്. സീ ബ്രീസ് എഴുതും. ലാൻഡ് ബ്രീസ് ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് എഴുതട്ടോ. എന്തായാലും കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതല്ലേ ഇത്രയും. ഓക്കെ, അപ്പൊ ലാൻഡ് ബ്രീസ് എന്താ സംഭവിക്കുക? ലാൻഡ് ബ്രീസിന്റെ ടൈമിൽ സീ ബ്രീസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കണേ? ലാൻഡ് പെട്ടെന്ന് ഹീറ്റ് ആവും, പക്ഷെ വാട്ടറിന് സ്പെസിഫിക് കപ്പാസിറ്റി കൂടുതലായതുകൊണ്ട് വാട്ടർ പെട്ടെന്ന് ഹീറ്റ് ആവത്തില്ല. അപ്പൊ എന്ത് ചെയ്യും? വാട്ടറിൽ നിന്ന്, അതായത് സീയിൽ നിന്ന് ലാൻഡിലേക്ക് വീശും. അതിനെയാണ് നമ്മൾ സീ ബ്രീസ് എന്ന് പറയാം. അപ്പൊ ലാൻഡ് ബ്രീസ് എന്ന് പറയുമ്പോൾ നേരെ എന്ത് വരും? നൈറ്റ് ടൈം ആകുമ്പോഴത്തേക്കും ലാൻഡ് പെട്ടെന്ന് എന്ത് ചെയ്യും? കൂളാവും. പക്ഷെ അതുപോലെ സീക്ക് ആവാൻ പറ്റത്തില്ല, പെട്ടെന്ന് ആവാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ലാൻഡിൽ നിന്ന് എവിടെയാണോ കൂള് അവിടെ നിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വീശും. അപ്പൊ ലാൻഡിൽ നിന്ന് സീയിലേക്ക് പോകുന്നതാണ് സീ ബ്രീസ്. സോറി, ലാൻഡ് ബ്രീസ്, മറ്റേത് സീ ബ്രീസ്. ഓക്കെ, എഴുതിക്കോ. ഡ്യൂറിങ് ഡേ ടൈം സീ ബ്രീസ്. ഇത് എഴുതിക്കൊണ്ടുവരാൻ പറഞ്ഞതാണ് കേട്ടോ. സീ ബ്രീസ് ഡ്യൂറിങ് ഡേ ടൈം. ഡ്യൂറിങ് ഡേ ടൈം ആ നാച്ചുറൽ കൺവെക്ഷന്റെ എക്സാമ്പിൾ ആയിട്ടാണ് പറയുന്നത്. സീ ബ്രീസ് ആൻഡ് ലാൻഡ് ബ്രീസ്. ഇപ്പൊ സീ ബ്രീസ് ഡ്യൂറിങ് ഡേ ടൈം the land get heated. The land get heated. The land get heated more quickly than water. More quickly than water. Land get heated more quickly than water. The air in contact with the ground. The air in contact with the ground the air in contact with the ground is heated by conduction. Heated by conduction. Heated by conduction. Sorry. It expands. It expands. It expands, becoming less dense than, becoming less denser than, less denser than surrounding cooler air. Surrounding cooler air. As a result, the warm air rises. As a result, the warm air rises and create sea breeze. And create sea breeze. ഫാഹിമ എഴുതുന്നുണ്ടോ? ചോദിച്ചില്ല. ഓക്കെ, അടുത്തത് ലാൻഡ് ബ്രീസ്. Land breeze during night. During night. During night, the ground loses its heat. During night, the ground loses its heat.
എവിടെ എത്തി? ദ ഗ്രൗണ്ട് ലോസസ് ഇറ്റ്സ് ഹീറ്റ് മോർ ക്വിക്ലി ദാൻ വാട്ടർ സർഫസ്. മോർ ക്വിക്ലി ദാൻ വാട്ടർ സർഫസ്. മോർ ക്വിക്ലി ദാൻ വാട്ടർ സർഫസ്. As a result, the cycle is reversed. As a result, the cycle is reversed. ഓക്കെ, അപ്പൊ നാച്ചുറൽ കൺവെക്ഷൻ എഴുതി. ഇനി അടുത്തത് ഫോഴ്സ്ഡ് കൺവെക്ഷൻ. ഫോഴ്സ്ഡ് കൺവെക്ഷൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? നാച്ചുറൽ കൺവെക്ഷൻ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞതായിരുന്നു ഫോഴ്സ്ഡ്. ഒന്നും വായിക്കണില്ലല്ലേ? അല്ല, പറഞ്ഞത് വെച്ച് ഓർമ്മ ഉണ്ടാന്ന് വെച്ചതാ. ഫോഴ്സ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? കൺവെക്ഷൻ നടക്കുന്നത്. നാച്ചുറൽ ആയിട്ടാണെന്ന് പറഞ്ഞാലും ഇപ്പൊ ഫോഴ്സ് ചെയ്യുന്നുണ്ട്, ഒരു ഫോഴ്സിന്റെ എഫക്റ്റ് വരുന്നുണ്ട് ഇവിടെ കൺവെക്ഷനിൽ. മറ്റേതെന്ന് പറയുമ്പോൾ ഇപ്പോൾ സീ ബ്രീസും ലാൻഡ് ബ്രീസ് ഒക്കെ വരുന്നതുണ്ട്. അതുപോലെ അല്ല, ഒരു ഫോഴ്സ് ചെയ്യാൻ ഒരു കമ്പോണന്റ് എന്തെങ്കിലും ഉണ്ടാവും. ഓക്കെ, എഴുതുക. ഇൻഫോഴ്സ്ഡ് കൺവെക്ഷൻ ചാപ്റ്റർ വായിച്ച് പഠിച്ചേക്കണുള്ള തിയറി ചാപ്റ്റർ ആണ്. ടെക്സ്റ്റ് നോട്ടൊക്കെ തന്നെ പഠിച്ചാണ്. ടെക്സ്റ്റ് വായിക്കാൻ നോക്ക്, പറ്റുമെങ്കിൽ വായിക്കും. In forced convection, the material is forced to move. The material is forced to move by a pump or by some other physical means. The material is forced to move by a pump or by some other physical means. പമ്പ് അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ഒരു എഫക്റ്റിൽ മാത്രമേ ഇവിടെ എന്ത് സംഭവിക്കുള്ളൂ? കൺവെക്ഷൻ സംഭവിക്കുള്ളൂ. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ദ ഹാർട്ട് ആക്ട് ആസ് എ പമ്പ്. നമ്മുടെ ഹ്യൂമൻ ഹാർട്ട് ഇല്ലേ, ബ്ലഡ് പമ്പ് ചെയ്യത്തില്ലേ? ഓക്കെ, അതൊരു ഫോഴ്സ്ഡ് കൺവെക്ഷൻ ആയിട്ട് നമുക്ക് പറയാം. അവിടെ ബ്ലഡ് ആണ് പമ്പ് ചെയ്യുന്നതെങ്കിലും ആ ഒരു പമ്പിങ് നടക്കുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുക? ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവും, ഒരു ട്രാൻസ്ഫർ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക? ഹാർട്ടല്ലേ ബ്ലഡ് പമ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവിടെ എന്താ ഒരു ഫോഴ്സ്ഡ് കൺവെക്ഷൻ ആണ് വരുന്നത്. മറ്റേതുപോലെ അല്ല, ഒരു പമ്പിന്റെ എന്തോ ഒരു ഫോഴ്സ് വരുന്നുണ്ട്, അതിന്റെ എഫക്റ്റിൽ പമ്പ് ചെയ്യുന്നു. നമ്മളിപ്പോൾ വാട്ടർ പമ്പ് ചെയ്യുന്നതായാലും ഇപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സ് വഴി ഞാൻ പറഞ്ഞതാണ്. ഹാർട്ടിന്റെ കാര്യം പറഞ്ഞത്, പമ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഒരു ടെമ്പറേച്ചർ ഡിഫറൻസിലായിരിക്കും ഇത് പോകുന്നത്. ഓക്കെ, ബ്ലഡ് പമ്പ് ചെയ്യുന്നത്. അപ്പൊ അതെന്തിന്റെ എക്സാമ്പിൾ? ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വാട്ട് ഈസ് ഫോഴ്സ്ഡ് കൺവെക്ഷൻ ഒന്നും ചോദിക്കത്തില്ല. അഥവാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ എഴുതിക്കൊള്ളണം. കൺവെക്ഷൻ എന്താണെന്നേ ചോദിക്കുള്ളൂ. കൺവെക്ഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ എന്തൊക്കെ പറയാം? അതിൽ നാച്ചുറൽ കൺവെക്ഷനും ഫോഴ്സ്ഡ് കൺവെക്ഷനും വരുന്നുണ്ടെന്ന് പറയാം. ഓക്കെ, പിന്നെ സീ ബ്രീസും ലാൻഡ് ബ്രീസും അടക്കം ചോദിക്കാറുണ്ട്. പിന്നെ ഫോഴ്സ്ഡ് കൺവെക്ഷൻ ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും എഴുതിക്കും. ഇനി ചോദിച്ചിട്ടുണ്ടെങ്കിൽ for example, in the human body the heart act as a pump. That circulates blood through different part of the body. ഒരു കോമയിട്ടിട്ട് ട്രാൻസ്ഫർ ഹീറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഡിഫറൻസ്, അതിൻ്റെ ഒരു എഫക്റ്റില്ല. അപ്പോൾ ഒരു കോമയിട്ടിട്ട് എഴുതിക്കോ, ട്രാൻസ്ഫർ ഹീറ്റ് by forced convection. Transfer heat by forced convection. And maintain uniform temperature. Induction എന്താണ്? ഫോഴ്സ് ഇൻഡക്ഷൻ ഏതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ചോദിക്കുന്നത്?
ഓക്കെ, ഇനി റേഡിയേഷനും കൂടെ അല്ലേ എഴുതാനുള്ളൂ. എഴുതിക്കോ റേഡിയേഷൻ. അടുത്ത ക്ലാസ്സിൽ ഈ ചാപ്റ്റർ ഞാൻ ചോദിക്കൂ കേട്ടോ. ക്വസ്റ്റ്യൻ ചോദിക്കാം, എഴുതിക്കില്ല, ക്വസ്റ്റ്യൻ ചോദിക്കുള്ളേ. റേഡിയേഷൻ 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 എന്താന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? റേഡിയേഷൻ എന്താ നമ്മൾ പറഞ്ഞേ? മീഡിയം ഉണ്ടാവില്ല. ടീച്ചറിനെങ്കിലും ഓർമ്മയുണ്ട്. ഓക്കെ, പിന്നെ റേഡിയേഷൻ ഇപ്പൊ നമ്മൾ ആ ഫിഗറൊക്കെ വെച്ച് പറഞ്ഞു തന്നില്ലേ? കൺവെക്ഷൻ ഒക്കെ പറഞ്ഞ ഓർമ്മയുണ്ടോ? കണ്ടക്ഷൻ നമ്മൾ എന്തിന്റെ എക്സാമ്പിളിന്റെ ബേസ് ചെയ്താ പറഞ്ഞ? കണ്ടക്ഷൻ അയൺ റോഡ് ഹീറ്റ് ചെയ്യുന്ന കേസ് പറഞ്ഞു. അപ്പൊ ഹീറ്റ് ട്രാൻസ്ഫർ ഉച്ചത്തിൽ പറയണ്ടേ? പാർട്ടിക്കിൾസ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് പിന്നെ കൺവെക്ഷൻ നമ്മൾ പറഞ്ഞു, ഒരു ക്യാൻഡിലിന്റെ സൈഡിൽ കൈവച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ ഒരു ഹീറ്റ് എഫക്റ്റ് കിട്ടും. പക്ഷെ റേഡിയേഷൻ എന്ന് പറയുമ്പോൾ എന്താ? റേഡിയേഷൻ എന്ന് പറയുമ്പോൾ സൈഡിൽ വെച്ചാൽ നമുക്ക് എഫക്റ്റ് കിട്ടും. ഞാനിപ്പോൾ എക്സ്റേയുടെ കാര്യമൊക്കെ പറഞ്ഞില്ല, അത് നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഹീറ്റ് വരുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല, പക്ഷെ റേഡിയേഷൻ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ എഴുതിക്കോ, റേഡിയേഷൻ ഇസ് ദ ഹീറ്റ് ട്രാൻസ്ഫർ. Radiation is the heat transfer without require a medium. It is the fastest mode of heat transfer. Fastest mode of heat transfer. ഓക്കെ, ഇനി തെർമൽ റേഡിയേഷൻ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? തെർമൽ റേഡിയേഷൻ എന്താണ്? തെർമൽ റേഡിയേഷൻ എന്ന് പറയുന്നത് റേഡിയേഷൻ നമ്മളിപ്പോൾ പഠിച്ചു. മീഡിയം ഇല്ലാതെ എന്ത് ചെയ്യുന്നു എന്നാ പറഞ്ഞാൽ നമ്മള് റേഡിയേഷൻ എന്താ പറഞ്ഞേ? വിത്തൗട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. വിത്തൗട്ട് ഒരു മീഡിയം ഇല്ലാതെ തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. തെർമൽ റേഡിയേഷൻ എന്ന് പറയുമ്പോൾ കേട്ടിട്ടുണ്ടോ? തെർമൽ റേഡിയേഷൻ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. കെമിസ്ട്രിയിലൊക്കെ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ഒക്കെ കേട്ടില്ലേ? അതൊക്കെ എന്താ പറയുന്നത്? ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഒക്കെ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ഒക്കെ വരത്തില്ലേ? അതൊക്കെ എന്താ മീൻ ചെയ്യുന്നത്? ടെമ്പറേച്ചർ ഉള്ള ഒരു ബോഡി എന്ത് ചെയ്യും? എമിറ്റ് ചെയ്യും? റേഡിയേഷൻ എമിറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? തെർമൽ റേഡിയേഷൻ എന്ന് പറയാം. ആ വേർഡ് തന്നെ നമുക്ക് പറയാൻ പറ്റും അല്ലേ? എഴുതിക്കും. ഓൾ ദ ബോഡീസ് തെർമൽ റേഡിയേഷൻ അല്ല, ഇത് തന്നെ പോയിന്റ് ആയിട്ട് എഴുതിയാൽ മതി. പോയിന്റ് ആയിട്ട് എഴുതിക്കോ, അത് കഴിഞ്ഞാൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓൾ ദ ബോഡീസ് എഴുതിക്കോ, പോയിന്റ് സ്റ്റാർട്ട് ചെയ്തു. ഓൾ ദ ബോഡീസ് വിച്ച് ഹാവ് എ ടെമ്പറേച്ചർ എമിറ്റ് EM waves. EM waves എന്താണെന്നറിയാലോ? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. EM waves ഈസ് കോൾഡ് തെർമൽ റേഡിയേഷൻ. അതായത് EM waves എമിറ്റ് ചെയ്യുന്ന ടൈപ്പ് ബോഡി. ഓക്കെ, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ഒക്കെ കേട്ടിട്ടുള്ളതല്ലേ? എവിടെ എത്തി? ടെമ്പറേച്ചർ എമിറ്റ് EM waves. ദിസ് ഈസ് കോൾഡ് തെർമൽ റേഡിയേഷൻ. തെർമൽ റേഡിയേഷൻ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ. ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സ്റേ ഗാമ അതൊക്കെ വിട്, അതൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കയറിയിട്ടില്ല. അല്ലാതെ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ഒന്നും നോക്കണ്ട. ഹീറ്റ് ഫ്രം സൺ. കഴിഞ്ഞ ക്ലാസ്സിൽ ആരാ പറഞ്ഞെന്ന് എനിക്ക് ഓർമ്മയില്ല. റേഡിയേഷൻ നീയാണോ പറഞ്ഞ? പക്ഷെ ആരോ ചോദിച്ചായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ പറഞ്ഞുതരാന്ന് പറഞ്ഞു. പക്ഷെ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിപ്പോയി. അപ്പൊ നീയല്ലേ ചോദിച്ച? ഓക്കെ, ഹീറ്റ് ഫ്രം സൺ. എക്സാമ്പിൾ ഹീറ്റ് ഫ്രം സൺ. കൺവെക്ഷനിൽ സംഭവിക്കുന്നത് എന്താ നമ്മൾ പറഞ്ഞേ? കൺവെക്ഷനിൽ ലാൻഡ് ഹീറ്റ് ആവുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? ഹീറ്റ് ആകുമ്പോൾ ആ വേവ്സ് പൊക്കത്തേക്ക് പോകും. ഓക്കെ, അപ്പൊ ഇവിടെ സീയിൽ നിന്നാണ് വരുന്നത്. അങ്ങനെയാണ് കൺവെക്ഷൻ നടക്കുന്നത്. ഡയറക്റ്റ് സണ്ണിൽ നിന്നുള്ള റേഡിയേഷനെ നമുക്ക് എന്തായിട്ട് പറയാം? ഡയറക്റ്റ് സണ്ണിൽ നിന്നുള്ള ഹീറ്റിനെ നമുക്ക് എന്തായിട്ട് പറയാം? റേഡിയേഷൻ ആയിട്ട് പറയാം. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാലോ. അല്ല, ഒരെണ്ണം കൂടിയുണ്ട്. ഓക്കെ,
ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ഒരു കപ്പിൽ കോഫി എടുത്ത് വെച്ചേക്കുവാന്ന് വിചാരിക്കും. ചൂട് കോഫി ഞാൻ എടുത്ത് വെച്ചേക്കുവാന്ന് വിചാരിക്കും. അതിൽ നിന്ന് ഹീറ്റ് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും, സ്റ്റീം പോകുന്നത് കാണാൻ പറ്റില്ലേ? അത് എപ്പോഴും സെയിം എമൗണ്ട് ആയിരിക്കുമോ? അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് നമ്മളിപ്പോൾ ചൂട് ചായ അങ്ങനെ തന്നെ എടുത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്ന് സ്റ്റീം പോകുന്നത്, അതിൽ നിന്ന് ആവി പോകത്തില്ലേ? അതിൻ്റെ എമൗണ്ട് എങ്ങനെയായിരിക്കും? സ്റ്റാർട്ടിങ് തന്നെ നന്നായിട്ട് വന്നിട്ട് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും അതേ സെയിം എമൗണ്ട് തന്നെ ആയിരിക്കുമോ വരുന്നത്? ഇല്ല. അപ്പം എങ്ങനെയായിരിക്കും ആ സ്റ്റീമിൻ്റെ എമൗണ്ട് വരുന്നത്? എങ്ങനെയായിരിക്കും? ആദ്യം തന്നെ കുറവ് വന്നിട്ട് പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാനിപ്പോൾ ഒരു കപ്പിൽ ചായ എടുത്തിട്ട് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും, തിളച്ച ചായയാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നതെന്ന് വിചാരിക്കും. അപ്പം അതിൽ നിന്ന് സ്റ്റീം വരുന്നത് എങ്ങനെയായിരിക്കും? ആദ്യം നന്നായിട്ട് കൂടി വരും, പക്ഷെ ടെമ്പറേച്ചർ കുറച്ച് നേരം കഴിഞ്ഞ്, ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ അത് നോക്കണേ. അപ്പം എന്തായിരിക്കും സ്ഥിതി? അതിൽ സ്റ്റീം കുറവായിരിക്കും. അപ്പം എന്താ, ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടല്ലേ? ഹയറിൽ നിന്ന് ലോവറിലേക്കാണ് പോകുന്നത്. ആദ്യം നന്നായിട്ട് വരുന്നു, പിന്നെ എന്താ വരുന്നത്? ലോവർ ആയിട്ട് കുറഞ്ഞാ പോകുന്നത്. അപ്പൊ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഡിഫറൻസ്. എത്രത്തോളം ഹീറ്റ് ലോസ് ആയിട്ടുണ്ടോ ദാറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഡിഫറൻസ്. അതാണ് ലോ. അത് അത്രയും സ്റ്റേറ്റ് ചെയ്താൽ മതി. ഒരു ഇക്വേഷൻ ഉണ്ട്, ഡെറിവേഷൻ ഒന്നും പഠിക്കാനില്ല, ജസ്റ്റ് ഇക്വേഷൻ പഠിക്കുക, ലോ സ്റ്റേറ്റ് ചെയ്യാം. മനസ്സിലായ? റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ്, ആ ഒരു ചായയുടെ കപ്പിൽ നിന്ന് എത്രത്തോളം ഹീറ്റ് ലോസ് ആയോ ദാറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഡിഫറൻസ്. അതായത് ഞാൻ പിന്നെയും കുറെ നേരം കഴിഞ്ഞിട്ട് വന്ന് നോക്കുവാന്ന് വിചാരിക്കാം. അപ്പൊ അതിന്റെ സ്ഥിതി എന്തായിരിക്കും? മാറും അല്ലേ? അപ്പൊ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ആരോടാണ് പ്രൊപ്പോർഷണാലിറ്റി ഉള്ളത്? ടെമ്പറേച്ചർ ഡിഫറൻസ്. ടൈം കൂടുന്തോറും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? അതിന്റെ സ്ഥിതി മാറിക്കൊണ്ടിരിക്കും. അപ്പൊ എഴുതിക്കോ, ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ഓക്കെ, ദ റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ്, rate of loss of heat, rate of loss of heat is directly proportional to the temperature difference, is directly proportional to the temperature difference. The rate of loss of heat, the rate of loss of heat is directly proportional to the, is directly proportional to the temperature difference, temperature difference of the body, of the body and the surroundings, and the surroundings. ഒരു പോയിന്റ് കൂടെ എഴുതിക്കോ. This law, this law, this law only hold for, only hold for small temperature, small temperature. This law only hold for, hold, HOLD, hold for small temperature. ഓക്കെ, അപ്പൊ അതിന്റെ ഇക്വേഷൻ എങ്ങനെ വരും? നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? ആ സ്റ്റേറ്റ്മെന്റ് എന്താ? റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് അല്ലെ? റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ്, ക്യൂ എന്ന് നമ്മൾ നോട്ട് ചെയ്യുന്നത് എന്തിനാ? എമൗണ്ട് ഓഫ് ഹീറ്റ്. അപ്പൊ റേറ്റ് ഓഫ് ലോസ്, റേറ്റ് എന്ന് പറയുമ്പോൾ എന്തും കൂടെ വരും? d/dt. എമൗണ്ട് ഓഫ് ഹീറ്റ് നമ്മളുടെ ക്യാപിറ്റൽ ക്യൂ വെച്ചിട്ട് നോട്ട് ചെയ്യാറുണ്ടല്ലോ. ഓക്കെ, അപ്പൊ റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ്, അപ്പൊ കിട്ടിയല്ല എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ് ലോസ് ചെയ്യുന്നത്. d/dt എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? റേറ്റിനെ. അപ്പൊ റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഡിഫറൻസ് എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് T2 - T1 എന്ന് എന്തെങ്കിലും എടുക്കാം. ഇപ്പൊ ഏതെങ്കിലും ടെമ്പറേച്ചർ, ഫസ്റ്റ് ഒരു ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് പിന്നെ ലോവർ ടെമ്പറേച്ചറിലേക്ക് ഒരു ഡിഫറൻസ് ഉണ്ടാവും. ടെമ്പറേച്ചറിന് എപ്പോഴും ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ ഓക്കെ, ഇനി dQ/dt is equal to, ഇത് മാറ്റിയിട്ട് ഞാൻ k എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഉണ്ട്, k into T2 - T1. ഓക്കെ, അപ്പൊ ഇത്ര എഴുതാൻ പറ്റുമല്ല? റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഡിഫറൻസ്. ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് എന്ത് കൊണ്ടുവന്നു? k എന്ന് പറയുന്ന കോൺസ്റ്റന്റ് കൊണ്ടുവന്നു. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഈ ഇക്വേഷനിൽ ഒരു മൈനസ് കൂടി ഉണ്ടാവും. ആ മൈനസ് കാണിക്കുന്നത് എന്താ? റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് അല്ലേ? ഹീറ്റ് പോയതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഇക്വേഷനിൽ ഒരു മൈനസ് കൂടി ഇട്ടേക്കണേ. T2 - T1 ഇത്ര എഴുതിയിട്ട് എഴുതിക്കുക. ഒരു പോയിന്റ് കൂടെ.
ആ മൈനസ് നമ്മൾ ശരിക്കും ഇട്ട് കൊടുത്ത് ഇക്വേഷൻ ശരിക്കും പറയാനാണെങ്കിൽ ഇത്രയും പറഞ്ഞാൽ മതി. ആ മൈനസ് നമ്മൾ ഇട്ട് കൊടുത്ത് എന്തിനാ ഇവിടെ നിന്ന് ഹീറ്റ് ലോസ് ആയി എന്ന് കാണിക്കാൻ വേണ്ടി, അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ആ മൈനസ് ഇട്ടത്. ഓക്കെ, അല്ലാതെ നമ്മളിപ്പോൾ ക്യാൻസൽ ചെയ്ത് കളയാൻ വേണ്ടി ഇടേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഒരു ഇക്വേഷൻ ആണ് നമുക്ക് റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഡിഫറൻസ്. പ്രൊപ്പോർഷണാലിറ്റി മാറ്റി കോൺസ്റ്റന്റ് കൊണ്ടുവന്നു. പക്ഷേ ഇവിടെ ലോസ് ആണ് സംഭവിച്ചതെന്ന് അറിയാം. എമൗണ്ട് ഓഫ് ഹീറ്റ് റിസീവ്ഡ് എന്ന് പറയുമ്പോൾ നമുക്ക് റേറ്റ് ഓഫ് ഹീറ്റ് റിസീവ്ഡ് എന്ന് പറയുമ്പോൾ ഇക്വേഷൻ ഏകദേശം ഇങ്ങനെ തന്നെ വരത്തുള്ളൂ അല്ലേ. ഇപ്പൊ കണ്ട dQ/dt റേറ്റ് ഓഫ് ഹീറ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ dQ/dt ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അപ്പൊ ഇവിടെ നമ്മൾ മൈനസ് ഡിനോട്ട് ചെയ്യുന്നത് എന്താ, ലോസ് ചെയ്തതാ, ഹീറ്റ് പോയ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഇനി ഒരു പോയിന്റ് കൂടെ എഴുതിക്കും. അത് കഴിഞ്ഞിട്ട് കെ വാല്യൂ ഓഫ് കെ എമൗണ്ട് ഓഫ് ഹീറ്റ്, വാല്യൂ ഓഫ് കെ. ഫാഹിമ എഴുതുന്നുണ്ടാ? ആ കേൾക്കും, അല്ല കേൾക്കണോട്ടോ. കഴിഞ്ഞ ചാപ്റ്റർ അല്ല, ഈ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ് ഉള്ളതില്ലേ ആ പോർഷൻ, വോളിയത്തിന്റെ ഞാൻ പറഞ്ഞില്ലേ, അതൊന്ന് കണ്ടു നോക്കണേ. ആ എഴുതിയ കെ വാല്യൂ ഓഫ് കെ ഡിപ്പെൻഡ് ഓൺ വാല്യൂ ഓഫ് കെ. നമ്മൾ കെ ഒരു കോൺസ്റ്റന്റ് കൊണ്ടുവന്നില്ലേ, വാല്യൂ ഓഫ് കെ ഡിപ്പെൻഡ് ഓൺ area and depend on area and nature of surface of the body. Surface of the body. ഇത്രയും പഠിച്ചിട്ട് വന്നോട്ടാ, ചെറിയ ചാപ്റ്റർ അല്ലേ. ചാപ്റ്റർ അതുപോലെ തന്നെ അടുത്ത ക്ലാസ്സിൽ പഠിച്ചിട്ട് വരാൻ പറഞ്ഞില്ലേ. പഠിച്ചിട്ട് വരാൻ പറഞ്ഞപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഏതൊക്കെ ഫോർമുലാസ് എത്ര ഫോർമുലാസ് പഠിച്ചിട്ടുണ്ടോ അതെല്ലാം, അതായത് ഇത് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത പേജിൽ, ചാപ്റ്റർ കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത പേജിൽ ഈ ചാപ്റ്ററിൽ ഏതൊക്കെ ഫോർമുലാസ് പഠിച്ചു, ഏതൊക്കെ കണ്ടന്റ് പഠിച്ചു, ഇതെല്ലാം ഒരു പേപ്പറിൽ എഴുതിക്കൊണ്ട് വരണം. അതായത് സ്റ്റാർട്ട് ചെയ്യേണ്ടപ്പോൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ തെർമൽ എക്സ്പാൻഷൻ. അങ്ങനെ തെർമൽ എക്സ്പാൻഷന് മുമ്പ് നമ്മൾ ടെമ്പറേച്ചറിന്റെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ഹീറ്റ് എന്താണ്, ടെമ്പറേച്ചർ എന്താണെന്ന് കണ്ടു നോക്കട്ടെ വീഡിയോ. ഹീറ്റ് എന്തായിരുന്നു, ടെമ്പറേച്ചർ എന്താണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ എന്താ, ഡിഗ്രി ഓഫ് മെഷർ ഓഫ് ഹോട്ട്നെസ്. അപ്പോൾ അതിനൊരു ഡെഫിനിഷൻ. അതുപോലെ തന്നെ അടുത്തത് എന്താ, ഹീറ്റ് എന്താന്ന് പറഞ്ഞു, ടെമ്പറേച്ചറിന്റെ ഇക്വേഷൻ പഠിച്ചു. അതുപോലെ തന്നെ ടെമ്പറേച്ചറിനെ നമ്മൾ ഫാരൻ ഹീറ്റിനെയും കെൽവിൻ സ്കെയിലിനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇക്വേഷൻ പഠിച്ചു. TF = 9/5, TC = 5/9 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇക്വേഷൻസ് പഠിച്ചില്ലേ. അതെല്ലാം ഈ പേജിൽ ഉണ്ടാവണം. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഞാൻ ഇത് കണ്ടിട്ടേ ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട്, ചാപ്റ്റർ ഫുള്ളിരുന്ന് എഴുതാനല്ല, ഈ ഒരു പേജിൽ കൊള്ളുന്ന രീതിയിൽ ഈ ചാപ്റ്റർ ഒന്ന് ബ്രീഫ് ചെയ്യുക. ഇക്വേഷൻസ് എല്ലാം നമ്പർ ഇട്ട് എഴുതി ബോക്സ് ചെയ്താൽ മതി. പിന്നെ ഈ പറഞ്ഞ ചെറിയ ഡെഫിനിഷൻസ്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, ഹീറ്റ് കപ്പാസിറ്റി എന്താണ്, പിന്നെ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, പിന്നെ റേഡിയേഷൻ ഒക്കെ. ഇപ്പൊ കൺവെക്ഷൻ, ഇപ്പൊ ഹീറ്റ് ട്രാൻസ്ഫർ നമ്മൾ 3 മെത്തേഡ് പഠിച്ചു, കൺവെക്ഷൻ, കണ്ടക്ഷൻ, റേഡിയേഷൻ. അതെന്താന്ന് ജസ്റ്റ് എഴുതിയൊന്നും വെക്കണ്ട, ജസ്റ്റ് ക്ലാസിഫൈ ചെയ്ത് എഴുതിയാൽ മതി. എക്സാമ്പിൾസ്, പിന്നെ ലാസ്റ്റ് പഠിച്ചെന്താ, ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കണം കേട്ടോ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നോട്ടിൽ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ എഴുതിക്കോ. ലിക്വിഡ് ഓക്സിജൻ പ്രജിന എഴുതിക്കോട്ടെ, ക്വസ്റ്റ്യൻ എഴുതിക്കോ. ചാപ്റ്റർ ഒന്ന് കണ്ടു നോക്കട്ടെ, വീഡിയോ കണ്ടു നോക്കണേ. ലിക്വിഡ് ഓക്സിജൻ ബോയിൽ സെറ്റ്, ലിക്വിഡ് ഓക്സിജൻ ബോയിൽ സെറ്റ്, ലിക്വിഡ് ഓക്സിജൻ ബോയിൽ സെറ്റ്, ലിക്വിഡ് ഓക്സിജൻ ബോയിൽ സെറ്റ് 90.15 Kelvin, 90.15 Kelvin. അല്ല, പറയട്ടെ, കണ്ടുപിടിക്കാൻ പറയട്ടെ. കെൽവിൻ അണ്ടർ നോർമൽ പ്രഷർ, under normal pressure, under normal pressure, what is its value in Fahrenheit?
what is its value in Fahrenheit? വേഗം കണ്ടുപിടിച്ചേ. നമ്മൾ രണ്ടിനെ റിലേറ്റ് ചെയ്യുന്ന നമ്മൾ ഇക്വേഷൻ ഒരെണ്ണം പഠിച്ചായിരുന്നു. രണ്ടിനെ റിലേറ്റ് ബുക്ക് മറിച്ച് നോക്കിക്കോ. ഇപ്പൊ മറിച്ച് നോക്കിക്കോ. നമ്മൾ പഠിച്ചു കഴിഞ്ഞാലേ മറിച്ച് നോക്കിയിട്ട് ഇക്വേഷൻ ഏതാണെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഒന്ന് നോക്കട്ടെ. ഞാൻ പറഞ്ഞു തന്നായിരുന്നില്ലേ ഫസ്റ്റ് ക്ലാസ്സിലാണ്. ആ ഇക്വേഷൻ ഒന്ന് നോക്കിയിട്ട് ഇപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ടെമ്പറേച്ചർ ഇൻ ഫാരൻഹീറ്റാ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിന്റെ ഒരു ഇക്വേഷൻ കാണണം. ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ്, അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഇൻ ഫാരൻഹീറ്റ്. നമ്മൾ TC എന്നാണ് എഴുതിയിരിക്കുന്നത്, TF എന്നാണ് എഴുതിയിരിക്കുന്നത്. TF ആണ് അല്ലെങ്കിൽ TFTC ആണ് എഴുതിയത്. TFTC. ഫാരൻഹീറ്റ്, ഡിഗ്രി സെൽഷ്യസ്, കെൽവിൻ സ്കെയിൽ. നമ്മൾ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാ എഴുതിയേക്കുന്നത്? അത് വെച്ചൊന്ന് കണ്ടുപിടിച്ചേ. ആ ഇക്വേഷൻ എഴുതിയിട്ട് ഒന്ന് കണ്ടുപിടിക്കട്ടോ. 9/5 ആണ്. 9/5. വേറൊരു ഇക്വേഷൻ ഉഡായിപ്പാണല്ലേ പുള്ളി. അതാണ് വേണ്ടത്. ഇത് വേണ്ട, ഇപ്പുറത്തെ വേണ്ട, ഇത് മതി. വൈഷ്ണവ ബുക്കൊന്നും ഞാനൊന്ന് എഴുതി തന്നേല്ലേ ബാക്കിൽ. റൗണ്ട് ഓഫ് ചെയ്തോ. റൗണ്ട് ഓഫ് കഴിഞ്ഞ് ചെയ്തോ. എനിക്ക് ഫൈനൽ ആൻസർ കിട്ടിയാൽ മതി. പിടിച്ചോട്ടെ ഒരു മിനിറ്റ്. ഇതിൽ തെറ്റാ, ഞാൻ ചെയ്ത് നോക്കിയിട്ട് പറയാം. അപ്പം പറയാവേ.
2 മിനിറ്റ് കിട്ടി അവനപ്പോൾ ഫോൺ എടുക്കും. അതിലൊരു പാർട്ട് കൂടെ ഉണ്ട് ആ ക്വസ്റ്റ്യനിൽ. ഓൾസോ ഫൈൻഡ് ഇറ്റ്സ് വാല്യൂ ഇൻ ഡിഗ്രി സെൽഷ്യസ്. അതും കിട്ടിയാ? അപ്പൊ നിന്റെ കറക്റ്റ് ആയിരിക്കും ആൻസർ. ബാക്കിയോട് കണ്ടുപിടിച്ച് പറ. അവൻ ഡിഗ്രി സെൽഷ്യസിൽ ഓൾറെഡി കണ്ടുപിടിച്ച്. അത് ഞാൻ പറയാതെ കണ്ടുപിടിക്കാൻ നോക്കിയിട്ട് ഇവിടെ പറഞ്ഞില്ലല്ലോ, അതാ ഞാൻ ക്വസ്റ്റ്യൻ. ഏതാണ്? ഇതേ കിട്ടി, ആൻസർ കിട്ടിയല്ല. -297.4 ഡിഗ്രി ഫാരൻഹീറ്റ്. ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് മനസ്സിന് കിട്ടിയത് കറക്റ്റാ. -183 ഡിഗ്രി സെൽഷ്യസ്. -297.4. പഠിക്കാൻ തുടങ്ങിയപ്പോ പീറ്ററിന് പ്രോബ്ലം ചെയ്യുമ്പോൾ കിട്ടേണ്ടതാണല്ലോ. വൈഷ്ണവ് കിട്ടിയോ? ക്രിസ്റ്റീൻ കിട്ടി? അത് ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റിയ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ അത്? -297. -297.4 ഫാരൻഹീറ്റ്. തെറ്റ കിട്ടിയില്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ കൊടുത്തോട്ടെ. ബുക്കൊന്ന് തന്നേടാ. ജസ്റ്റ് റഫ് ബാക്ക് പേജ് തന്നാൽ മതി. ഇല്ല, റഫ് വർക്ക് നോക്കാനാണ്. ഈ ക്വസ്റ്റ്യൻ നോക്കാനല്ല. കുഴപ്പമില്ലല്ലോ ബാക്ക്. സൈഡ് മതി, ഈ സൈഡ് മതി, കുഴപ്പമില്ല. -297.4. കിട്ടുന്നില്ല? കിട്ടിയാ? കിട്ടിയില്ല, നോക്കട്ടെ. നോട്ടൊന്നും കംപ്ലീറ്റ് അല്ലല്ലോ വെച്ചേ. നേരത്തെ നിനക്ക് എന്താ പിന്നെ തെറ്റിയത്? നോക്കിക്കോട്ടാ.
കിട്ടില്ലെങ്കിൽ പറഞ്ഞുതരാം. നോക്കിയാ ചെയ്യാൻ പറ്റിയാ? കിട്ടണില്ല. എഴുതി കഴിയട്ടെ. നിനക്ക് നീയല്ലേ ഫസ്റ്റ് ചെയ്ത് കഴിഞ്ഞത്, നീ നല്ല ദിവസം ഞാൻ ചെയ്തു. അടുത്ത ദിവസം അവനോട് ഒന്ന് കൊടുക്കും എന്തായാലും കൊടുക്കും. എവിടെ നിന്ന് എഴുതാ നീ? അവൻ തന്നെ കറക്റ്റ് ചെയ്യട്ടെ. അടുത്ത ക്ലാസ്സിലും പ്രോബ്ലം തന്നെ ചെയ്യാം അല്ലേ? അടുത്ത ക്ലാസ്സിൽ പ്രോബ്ലം തന്നെ ചെയ്തിട്ട് നമുക്ക് അടുത്ത ചാപ്റ്റർ തുടങ്ങാം. മതിയില്ലേ? പ്രോബ്ലം ഒന്നും ആയിട്ടില്ല. TF അല്ലേ? TF 9/5. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ എഴുതിക്കോ. അത് കഴിഞ്ഞ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാട്ടോ, കുറച്ചധികം ചെയ്യാം അടുത്ത ക്ലാസ്സിൽ. ചാപ്റ്റർ പഠിച്ചിട്ട് വരാതെ രക്ഷയില്ല. ചാപ്റ്റർ പഠിച്ച് തന്നെ കേൾപ്പിച്ചിട്ട് മാത്രമേ ഞാൻ പ്രോബ്ലം ചെയ്യുള്ളൂ. അല്ലാതെ നമ്മൾ പ്രോബ്ലം ചെയ്ത് പോയിട്ട് കാര്യമില്ല. ഇപ്പൊ ഇക്വേഷൻ നോക്കി കഴിഞ്ഞപ്പോഴല്ലേ കിട്ടിയത്? ഇക്വേഷൻ ബുക്ക് നോക്കി കഴിഞ്ഞപ്പോഴല്ലേ കിട്ടിയത്? അതാ ഞാൻ പറഞ്ഞത്, നിനക്ക് ഫസ്റ്റ് മറ്റേ കൺവേർഷൻ കിട്ടിയപ്പോ കിട്ടണ്ടല്ലേ എന്നൊക്കെ ഞാൻ പറഞ്ഞ. ഓക്കെ, അപ്പൊ the length of a steel നമ്മൾ സ്റ്റീം മാത്രമല്ലല്ലോ, എക്സ്പാൻഷൻ ഒക്കെ പഠിച്ചിട്ടില്ലേ? സ്റ്റീൽ മെഷറിംഗ് ടേപ്പ്, the length of a steel measuring tape was found to be 50 meter 50 meter at a temperature of 25 degrees Celsius. 25 degrees Celsius. What will be its length? If the temperature rises to, what will be its length? If the temperature rises to 40 degrees Celsius, 40 degrees Celsius,
40 degree Celsius during the day hours. During the day hours. Given the coefficient of linear expansion. For steel is given the coefficient of linear expansion for steel is 1.2 into 10 raised to minus 5. 1.2 into 10 raised to minus 5 degree Celsius inverse. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഇത് പെട്ടെന്ന് കിട്ടുമോന്ന്? ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്തെങ്കിലും മനസ്സിലായി, എന്തെങ്കിലും ഐഡിയ ഉണ്ടായി, എന്തായിരിക്കും കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലായി? വാട്ട് വിൽ ബി ഇറ്റ്സ് ലെങ്ത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താ തന്നിരിക്കുന്നത്? കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഓഫ് ദ സ്റ്റീൽ തന്നിട്ടുണ്ട്. അപ്പൊ ലെങ്ത് ഓഫ് ദ സ്റ്റീൽ മെഷറിംഗ് ടേപ്പ് വാസ് ഫൗണ്ടഡ് ടു ബി 50 മീറ്റർ അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 25 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ആ ഒരു മെഷറിംഗ് ടേപ്പിന്റെ ലെങ്ത് തന്നിരിക്കുന്നത്, ലെങ്ത് ഇസ് ഈക്വൽ ടു 50 മീറ്റർ അറ്റ് 25 ഡിഗ്രി സെൽഷ്യസിലാണ് 50 മീറ്റർ എന്ന് തന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ എന്താ നമുക്ക് അറിയാവുന്നത് തന്നേക്കുന്നത്? വാട്ട് വിൽ ബി ഇറ്റ് ലെങ്ത് അറ്റ് ടെമ്പറേച്ചർ റൈസസ് ടു 40 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ നോക്കിക്കേ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താന്ന് മനസ്സിലായി. ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷനും ഏതിനെ റിലേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. ലീനിയർ എക്സ്പാൻഷൻ, നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തു കഴിയുമ്പോൾ ഒരു ലെങ്ത്തിന് എന്തൊക്കെ സംഭവിക്കും, നമ്മൾ ഡെറിവേഷൻ എല്ലാവരും എഴുതി കാണിച്ചു തരും. അതാണ് ഇക്വേഷൻ എന്ന് മനസ്സിലായി. ഒരു സ്റ്റീലിന്റെ എന്താ പറയാ, ലെങ്ത് മെഷർ ചെയ്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന 50 മീറ്റർ ആണ്. അറ്റ് 25 ഡിഗ്രി സെൽഷ്യസിൽ 50 മീറ്റർ ആണ് കിട്ടി. പിന്നെ വാട്ട് വിൽ ബി ഇറ്റ്സ് ലെങ്ത് അറ്റ് 40 ഡിഗ്രി സെൽഷ്യസിൽ അതിന്റെ ലെങ്ത് എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമ്മൾ ഈ ലെങ്ത് എത്രത്തോളം ചേഞ്ച് ആയി, 40 ഡിഗ്രി സെൽഷ്യസിൽ ലെങ്ത് എത്രത്തോളം ചേഞ്ച് ആയി എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ലെങ്ത് ആക്ച്വലി ലെങ്ത് തന്നിട്ടുണ്ട്. ലെങ്ത് ഇസ് ഈക്വൽ ടു 50 മീറ്റർ അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് വാട്ട് വിൽ ബി ഇറ്റ്സ് ലെങ്ത് അറ്റ് 40 ഡിഗ്രി സെൽഷ്യസ്. പിന്നെ നമുക്ക് എക്സ്ട്രാ തന്നിരിക്കുന്ന ഒരു കാര്യം എന്താ? കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്താ വന്നേക്കുന്നത്? 1.2 into 10 raised to minus 5 ഡിഗ്രി സെൽഷ്യസ് ഇൻവേഴ്സ് ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഡെൽറ്റ എല്ലിന്റെ ഇക്വേഷൻ, ഡെൽറ്റ എൽ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, നമ്മൾ എങ്ങനെയാ എഴുതിയത്? ഓർമ്മയുണ്ടോ ഇക്വേഷൻ? എൽ ഡെൽറ്റ എൽ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ആ ബുക്ക് എടുത്ത് മറിച്ച് നോക്കിക്കേ, ആ ഇക്വേഷൻ പറഞ്ഞേ. ആകെ 2 ഇക്വേഷൻ അവിടെ പഠിച്ചത്. ഡെൽറ്റ എൽ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, ആലോചിച്ച് നോക്കിയേ. ഡെൽറ്റ എൽ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L delta T. Delta L is directly proportional to L delta T. ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് ഞാൻ ഒരു കോൺസ്റ്റന്റിനെ കൊണ്ടുവന്നു. ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു ആൽഫ എൽ ഡെൽറ്റ ടി. ഓർക്കുന്നുണ്ടോ ഇക്വേഷൻ? ഓർക്കുന്നുണ്ടോ? അപ്പൊ അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചിട്ടൊന്നും മനസ്സിലായില്ലെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ലെങ്ത്തിന്റെ എക്സ്പാൻഷൻ ആണ്. അപ്പൊ അതിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു ഫോർമുല നമുക്കറിയാം. ഡെൽറ്റ എൽ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ ഡെൽറ്റ ടി. അവിടെ നമ്മൾ ഡെൽറ്റ എൽ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് നമ്മൾ ആൽഫ എൽ എന്ന് പറഞ്ഞു. ഇനി ആൽഫ എല്ലിന്റെ ടേംസിൽ ഇനി ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. അപ്പൊ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആൽഫ എൽ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ആൽഫ എൽ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ ഡെൽറ്റ ടി. ഏത് വേണമെങ്കിലും ചോദിക്കാം. പക്ഷെ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ആൽഫ എൽ തന്നിട്ടുണ്ട്. ഓക്കെ, കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് എന്താ? എത്രത്തോളം ലെങ്ത് ചേഞ്ച് ആയി, ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞപ്പോൾ എത്രത്തോളം ലെങ്ത് ചേഞ്ച് ആയി എന്നാ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഫസ്റ്റ് തന്നെ ഡെൽറ്റ എല്ലിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ എല്ലിന്റെ വാല്യൂ ഉണ്ട്, ഡെൽറ്റ എല്ലിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഡെൽറ്റ എല്ലിന്റെ വാല്യൂ എത്ര കിട്ടിയെന്നൊന്ന് പറഞ്ഞേ. ഡെൽറ്റ എല്ലിന്റെ വാല്യൂ എത്ര കിട്ടി? 9 into 10 raised to minus 3. ഇനി എൽ എത്ര കിട്ടി? 50.009. ഓക്കെ, അപ്പൊ മനസ്സിലായോ? പീറ്ററിന് ആൻസർ കിട്ടി. അപ്പൊ നോക്കിക്കേ, ഡെൽറ്റ എൽ. അപ്പൊ നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ? 40 ഡിഗ്രി സെൽഷ്യസിലായിരിക്കുമ്പോൾ ടെമ്പറേച്ചർ ലെങ്ത് എത്രയായി എന്നാ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മളിപ്പോ തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നമ്മൾ ഡെൽറ്റ എല്ലിന്റെ വാല്യൂ കണ്ടുപിടിക്കും. അപ്പൊ ഡെൽറ്റ എല്ലിന് നമുക്കൊരു ആൻസർ കിട്ടും.
അതുകൂടാതെ നമുക്ക് എൽ ഡാഷ് പുതിയ ലെങ്ത്, അതായത് 40 ഡിഗ്രി സെൽഷ്യസിൽ എത്രത്തോളം ലെങ്ത് ചേഞ്ച് ചെയ്തു. അപ്പൊ എൽ ഡാഷ് ഇസ് ഈക്വൽ ടു എൽ പ്ലസ് ഡെൽറ്റ എൽ. എൽ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, ഡെൽറ്റ എൽ കണ്ടുപിടിക്കുക. പിന്നെ ഡെൽറ്റ എൽ കണ്ടുപിടിക്കണമെങ്കിൽ നോക്കിക്കേ, ഡെൽറ്റ എൽ കണ്ടുപിടിക്കാൻ എല്ലാ ക്വാണ്ടിറ്റീസും തന്നിട്ടുണ്ട്. ആൽഫ എല്ലിന്റെ വാല്യൂ എത്രയാണെന്ന് തന്നേക്കുന്നത് 1.2 × 10⁻⁵ ആണ് തന്നിട്ടുണ്ട്. പിന്നെ എല്ലിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്താ? ടെമ്പറേച്ചർ ഡിഫറൻസ്. രണ്ട് ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടില്ലേ? അപ്പൊ 40 ഡിഗ്രി തന്നിട്ടുണ്ട്, 25 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പൊ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എത്ര വരും? 40 - 25. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആദ്യം ഈ ഡെൽറ്റ എല്ലിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒറിജിനൽ ലെങ്ത്, അതായത് 40 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ആയി കഴിഞ്ഞപ്പോൾ ലെങ്ത്തിന് എന്തൊക്കെ സംഭവിച്ചു, ആ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്ന ഒറിജിനൽ ലെങ്ത്. എൽ ഡാഷ് ഇസ് ഈക്വൽ ടു എൽ പ്ലസ് ഡെൽറ്റ എൽ. വേഗം കണ്ടുപിടിച്ച് ബാക്കി കിട്ടിയാ? മാനസിന് കിട്ടിയ? ഫീച്ചറിന് മാത്രമേ കിട്ടിയുള്ളൂ? കുഴപ്പമില്ല, അവന് പ്രോബ്ലം ചെയ്യാൻ പറ്റും, പക്ഷെ തിയറി ക്രിസ്റ്റീനും വൈഷ്ണവിക്കും കിട്ടിയില്ലെങ്കിൽ പറയണോ കേട്ടോ. ആൻസർ എത്ര കിട്ടിയെന്ന് പറയണേ, ചെയ്ത് നോക്ക്, കിട്ടും. സിമ്പിൾ അല്ലേ? ഇനി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചാൽ മതി. ഇക്വേഷനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവന് മനസ്സിന് കിട്ടിയാ? ഏതാണ്? നമുക്ക് നോക്കിക്കേ, എല്ല് തന്നിട്ടുണ്ട്, എല്ലിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, 2 ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്, പിന്നെ ആൽഫയും തന്നിട്ടുണ്ട്. ഇതിനെയൊക്കെ റിലേറ്റ് ചെയ്ത് എഴുതാൻ പറ്റി നമുക്ക് ഒരൊറ്റ ഇക്വേഷനേ ഉള്ളൂ. ഡെൽറ്റ എൽ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ ഡെൽറ്റ എൽ. അതിന് നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാവാൻ വേണ്ടി തിയറി ഒന്നുകൂടെ പറഞ്ഞതാണ്. പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു ആൽഫ എൽ എൽ ഡെൽറ്റ ടി എന്ന് പറഞ്ഞ് എഴുതി. അപ്പൊ നമുക്ക് ഡെൽറ്റ എൽ കിട്ടി, എത്രത്തോളം ഡിഫറൻസ് ഉണ്ടായി എന്ന് കിട്ടി. അപ്പൊ ഒരു ലെങ്ത് എല്ലായിരുന്നു, ഇതിന്റെ ലെങ്ത് എല്ലായിരുന്നു. വൈഷ്ണവി ശ്രദ്ധിച്ചോട്ടാ, ഇതിന്റെ ലെങ്ത് എല്ലായിരുന്നു. ഓക്കെ, ആക്ച്വലി ഇതിന്റെ ലെങ്ത് അല്ലായിരുന്നു, ആ ലെങ്ത് എല്ലാണ് 50 മീറ്റർ എന്ന് തന്നേക്കുന്നത്, 25 ഡിഗ്രി സെൽഷ്യസ്. പിന്നെ ടെമ്പറേച്ചർ കൂടി 40 ഡിഗ്രി സെൽഷ്യസ് ആയി കഴിഞ്ഞപ്പോൾ ഈ മെറ്റീരിയൽ ഒന്ന് എക്സ്പാൻഡ് ചെയ്തു. ആ ഡെൽറ്റ എല്ലാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചേക്കുന്നത്. ഡെൽറ്റ എൽ ഇത് എക്സ്പാൻഡ് ചെയ്ത്, ഇപ്പൊ ഈ ഒരു പെന്നാണെങ്കിൽ ഇതിപ്പോ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്ത് ഇത്രയായി. അപ്പൊ ടോട്ടൽ ലെങ്ത് എന്ന് പറയുമ്പോൾ ഒറിജിനൽ ലെങ്ത് പ്ലസ് ദിസ് എക്സ്പാൻഡഡ് ലെങ്ത് അല്ലേ, അതാണ് നമ്മൾ എൽ ഡാഷ് ഒറിജിനൽ ലെങ്ത്. അതായത് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ലെങ്ത്, ഇതിന്റെ ഒറിജിനൽ ലെങ്ത് പ്ലസ് എക്സ്പാൻഡഡ് ലെങ്ത്. മനസ്സിലായ? ഓക്കെ, ചെയ്തോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടെ. എന്താണ് ഡെൽറ്റ എൽ എത്രയാണോ? ഡെൽറ്റ എൽ 9 × 10⁻³ മീറ്റർ കിട്ടിയ. എൽ ഡാഷ് 50.009. അത് ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. 50 പ്ലസ്. ക്വസ്റ്റിന് കിട്ടിയില്ലേ? അമ്മന് കിട്ടിയാ? ന്യൂമറിക്കൽ മാത്രമുള്ള ഒരു എക്സാം ആണെങ്കിൽ പീക്കർ തകർക്കും. തിയറി വേണ്ട, തിയറി അവന് പഠിക്കാൻ ഇഷ്ടമില്ല. കിട്ടിയാടാ? ക്രിസ്റ്റീൻ കഴിയുമ്പോൾ പറയട്ടാ. മിസ്സായിരുന്നു. പ്രശ്നക്ക് മനസ്സിലായില്ലേ? എന്ത്? അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് എന്താ? ലെങ്ത് ഓഫ് എ സ്റ്റീൽ ലെങ്ത് തന്നിട്ടുണ്ട്. ഒന്നും മനസ്സിലായില്ല എന്ന് വിചാരിക്കും. നമുക്ക് ഈ മെറ്റീരിയലിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. എൽ ഇസ് ഈക്വൽ ടു 50 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അത് തന്നിട്ടുണ്ട്. പിന്നെ എന്താ തന്നേക്കണം? ഫൗണ്ട് ടു ബി 50 മീറ്റർ ആയിട്ട് 25 ഡിഗ്രി സെൽഷ്യസ്. 25 ഡിഗ്രി സെൽഷ്യസിലാണ് ഇത് തന്നേക്കുന്നത്. ഓക്കെ, വാട്ട് വിൽ ബി ഇറ്റ്സ് ലെങ്ത് അറ്റ് ദ ടെമ്പറേച്ചർ റൈസസ് ടു 40 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞപ്പോൾ ഈ മെറ്റീരിയലിന്റെ ലെങ്ത് എന്താണ്?
അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മെറ്റീരിയലിന്റെ ലെങ്ത്, അപ്പോൾ ഈ മെറ്റീരിയലിൽ ഒരു പുതിയ ലെങ്ത് വരും. ടെമ്പറേച്ചർ കൂടി കഴിയുമ്പോൾ അറ്റ് 40 ഡിഗ്രി സെൽഷ്യസ് ആയി കഴിഞ്ഞപ്പോൾ അതിന്റെ ലെങ്ത് എന്താണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നോക്കിക്കേ, ഈ പെന്നാണ് എന്റെ മെറ്റീരിയൽ എന്ന് വിചാരിക്കുക, ഇതൊരു സ്റ്റീലാണെന്ന് വിചാരിക്കുക. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 50 മീറ്റർ ആണ് തന്നിട്ടുണ്ട് അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ്. 25 ഡിഗ്രി സെൽഷ്യസിൽ ഈ സ്റ്റീലിന്റെ ലെങ്ത് എത്രയാണ്? 50 മീറ്റർ. ഇനി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ടെമ്പറേച്ചർ കൂട്ടി കൊടുത്തു. ഞാൻ ടെമ്പറേച്ചർ കൂട്ടി കഴിഞ്ഞപ്പോൾ ഇതിന്റെ ലെങ്ത് അങ്ങ് കൂടി. അപ്പൊ ഇത്ര ഉണ്ടായിരുന്ന പെണ്ണെന്ന് പറയുന്നത് ലെങ്ത് കൂടി ഇത്രയുമായി എന്ന് വിചാരിക്കണം. ആദ്യം ഇത്ര ഉണ്ടായിരുന്നു, പെൻ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, സ്റ്റീൽ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, 50 മീറ്റർ ആയിരുന്നു അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ്. പിന്നെ ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിന്റെ ലെങ്ത് അങ്ങ് കൂടി. അപ്പൊ ലെങ്ത് ഇവിടെ നിന്ന് ഒരു ഇച്ചിരി പോർഷൻ കൂടിയില്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ പെണ്ണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ലെങ്ത് അല്ലായിരുന്നു. പക്ഷെ ആഫ്റ്റർ അപ്ലൈയിങ് എ ടെമ്പറേച്ചർ അറ്റ് 40 ഡിഗ്രി സെൽഷ്യസ് ആയി കഴിഞ്ഞപ്പോൾ ഇതിന്റെ ലെങ്ത് അങ്ങ് കൂടി, ഇച്ചിരി ലെങ്ത് കൂടി. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ടോട്ടൽ ലെങ്ത് അറ്റ് 40 ഡിഗ്രി സെൽഷ്യസ് ആയി കഴിഞ്ഞപ്പോൾ കുറച്ച് എക്സ്പാൻഡ് ചെയ്ത്. ആ എക്സ്പാൻഡഡ് ലെങ്ത് കണ്ടുപിടിക്കാനല്ല പറഞ്ഞേക്കുന്നത്, മറിച്ച് ടോട്ടൽ ലെങ്ത് എത്രത്തോളം ലെങ്ത്, അതായത് ഇതിന്റെ പുതിയ ലെങ്ത് എൽ ഡാഷ്, ടോട്ടൽ ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ടോട്ടൽ ലെങ്ത് എൽ ഡാഷ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? എൽ പ്ലസ് ഡെൽറ്റ എൽ. ഈ എല്ലും ഈ ഡെൽറ്റ എല്ലും കൂടെ കൂട്ടി, ശബ്ദം ഉണ്ടാകല്ലേ, ഈ എല്ലും ഡെൽറ്റ എല്ലും കൂടെ കൂട്ടി കഴിയുമ്പോഴല്ലേ നമുക്ക് ഈ എൽ ഡാഷ് എന്ന് പറയുന്ന ഈ ലെങ്ത് കിട്ടത്തുള്ളൂ, ടോട്ടൽ ലെങ്ത് കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് എല്ല് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ? നമുക്ക് എൽ ഡാഷ് ഇല്ല, സോറി ഡെൽറ്റ എൽ ഇല്ല. അപ്പൊ ഡെൽറ്റ എൽ കണ്ടുപിടിക്കാനായിട്ട് ഡെൽറ്റ എൽ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ ഡെൽറ്റ ടി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് മാറ്റിയിട്ടാണ് നമ്മൾ ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു ആൽഫ എൽ എൽ ഡെൽറ്റ ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇത് യൂസ് ചെയ്തിട്ട് ഡെൽറ്റ എൽ കണ്ടുപിടിക്കാം. ഇതിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 1.2 × 10⁻⁵ ആണെന്ന് തന്നിട്ടുണ്ട്. ലെങ്ത് തന്നിട്ടുണ്ട്. ലെങ്ത് എത്രയാണെന്ന് തന്നേക്കുന്നത്? 50 ആണ് തന്നിട്ടുണ്ട്. ഇൻറ്റു ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ 2 ടെമ്പറേച്ചർ വന്നിട്ടുണ്ട്. അപ്പോൾ ഡെൽറ്റ ടി എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ്. അപ്പോൾ 40 - 25, 40 ഡിഗ്രി - 25 ഡിഗ്രി. അപ്പൊ നമുക്കൊരു ആൻസർ കിട്ടും. ആ ആൻസർ കണ്ടുപിടിക്കാം. ദെൻ ആ ആൻസർ, അപ്പൊ നമുക്ക് ടോട്ടൽ ഒറിജിനൽ ലെങ്ത് എന്ന് പറയുന്നത് എൽ ഡാഷ് ഇസ് ഈക്വൽ ടു എൽ പ്ലസ് ഡെൽറ്റ എൽ അല്ലേ. അപ്പൊ എൽ പ്ലസ് ഡെൽറ്റ എൽ, എല്ലിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ എന്താ? അപ്പോൾ 50 പ്ലസ് ഡെൽറ്റ എൽ എന്ന് പറയുന്ന ഈ കിട്ടുന്ന ആൻസർ, ഇത് 9 × 10⁻³ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. അതാണ് ഒറിജിനൽ ലെങ്ത്. മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇത് NCERT ക്വസ്റ്റ്യൻ ആണ്. എന്റെ ടൈമായ ഒരു ക്വസ്റ്റ്യൻ കൂടെ എഴുതിക്കോ, ചെയ്താൽ മതി. അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ക്വസ്റ്റ്യൻ എഴുതി വെച്ചു. ഓക്കെ, എഴുതിക്കേ. എ ബ്ലാക്ക് സ്മിത്ത് fixes iron ring. എഴുതിക്കേ. A blacksmith fixes iron ring on the rim of the wooden wheel. Iron ring on the rim of the wooden wheel of a bullock cart. Full stop. The diameter of the rim and the iron ring. Diameter of the rim and the iron ring. Diameter of the rim and the iron ring. Rimmindeയും അതുപോലെ iron ringന്റെ diameter of the rim and the iron ring are 5.243 meter, 5.243 meter and 5.231 meter. 5.243 meter and 5.231 meter respectively. ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം, ഇന്ന് എഴുതി കഴിഞ്ഞോട്ടെ. അല്ലെങ്കിൽ 5.243 meter and 5.231 meter respectively at 27 degree Celsius. റിമ്മിന്റെ മുകളിലാണ് എന്ത് ഫിക്സ് ചെയ്യുന്നത്? അയൺ റിങ് ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ
The blacksmith fixes iron ring on the rim of the wooden wheel of a bullock cart. Diameter of the rim and the iron ring. എടാ ഒരെണ്ണത്തിന്റെ ഡയമീറ്റർ ഒരെണ്ണത്തിന്റെ റേഡിയസും അല്ലേ തന്നേക്കുന്നേ? ഡയമീറ്റർ ഓഫ് ദ റിം. ഓ ശരിയാ. ഡയമീറ്റർ ഓഫ് ദ റിം ആൻഡ് ദ അയൺ റിംഗ് ആർ 5.243 meter and 5.231 meter respectively at 27 degrees Celsius. To what temperature? Question completed. To what temperature should the ring be heated? Should the ring be heated so as to fit the rim of the wheel? So as to fit the rim of the wheel. So as to fit the rim of the wheel. Take the value of alpha. Take the value of alpha equal to 1.2 into 10 raised to minus 5. 1.2 into 10 raised to minus 5 Kelvin inverse. Kelvin inverse. Alpha എന്ന് പറഞ്ഞ കോഎഫിഷ്യന്റ്. Alpha equal to 1.2 into 10 raised to minus 5 Kelvin inverse. ഓക്കെ, ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ? എ ബ്ലാക്ക് സ്മിത്ത് ഫിക്സസ് അയൺ റിംഗ് ഓൺ ദ റിം ഓഫ് ദ വുഡൻ വീൽ ഓഫ് എ ബുള്ളോക്ക് കാർട്ട്. ഒരു എന്ത് ഫിക്സ് ചെയ്യാനാണ് പറയുന്നത്? അയൺ റിംഗ് ഒരു റിമ്മിൽ ഫിക്സ് ചെയ്യണം. ദ ഡയമീറ്റർ ഓഫ് ദ റിമ്മും തന്നിട്ടുണ്ട്, റിംഗും തന്നിട്ടുണ്ട്. അറ്റ് വാട്ട് ടെമ്പറേച്ചർ ഷുഡ് ദ റിംഗ് ബി ഹീറ്റഡ് സോ ആസ് ടു ഫിറ്റ് ദ റിം? അപ്പൊ എത്ര ടെമ്പറേച്ചറിൽ റിംഗ് ഹീറ്റ് ചെയ്താലാണ് ആ റിമ്മിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. ഇത് ഐഡിയ എനിക്ക് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ? ഓക്കെ, അപ്പൊ എത്ര ടെമ്പറേച്ചറിൽ ഹീറ്റ് ഇപ്പൊ ഫിക്സ് ചെയ്യണമെന്നാ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് വന്ന പോലെ ഡൗട്ട് തന്നെ എനിക്കും വന്നത്. രണ്ടിന്റെ ഡയമീറ്റർ എങ്ങനെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഫിക്സ് ചെയ്യും? അപ്പൊ നോക്കി, അപ്പൊ അടുത്തത് പറഞ്ഞേക്കുന്നുണ്ട് വാട്ട് ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്താലാണ് നമുക്ക് റിംഗ് ആ റിമ്മിന്റെ പുറത്ത് ഫിക്സ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ കണ്ടുപിടിക്കേണ്ട മനസ്സിലായില്ല, ടെമ്പറേച്ചർ ആണ് കണ്ടുപിടിക്കേണ്ട. സെയിം ഇക്വേഷൻ എല്ലാം തന്നിട്ടുണ്ട്. ലെങ്ത് 2 എണ്ണം തന്നിട്ടുണ്ട്. ഡെൽറ്റ എൽ ഈക്വൽ ടു എൽ ഡാഷ് മൈനസ് എൽ. ഓക്കെ, അപ്പൊ എൽ തന്നിട്ടുണ്ട്, ഡയമീറ്റർ ഓഫ് ദ റിം തന്നിട്ടുണ്ട്. ഡയമീറ്റർ ഓഫ് ദ റിം ആണ് എൽ ഡാഷ്. അതുപോലെ ഡയമീറ്റർ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ മതിയോ? അടുത്ത ക്ലാസ് ഒന്നുകൂടെ പറയാം. പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് വരിക. ഇത് ട്രൈ ചെയ്തില്ലെങ്കിലും വേറെ എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത്? ഫുൾ ചാപ്റ്റർ പഠിക്കുക. പിന്നെ ഒരെണ്ണം കൂടെ പറഞ്ഞു. ഏത്? ഈ ചാപ്റ്റർ ഈ ക്വസ്റ്റ്യൻ ചെയ്യണ്ട, ഇത് ഞാൻ ചെയ്യിപ്പിച്ചോളാം. അടുത്ത ക്ലാസ്സിൽ പഠിച്ചിട്ട് വന്നോട്ടാ. വിവേക്, ആനന്ദ്, മാനസ്, വൈഷ്ണവി, ക്രിസ്റ്റീൻ പഠിച്ചിട്ട് വന്നാലേ നമുക്ക് നന്നായിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. പഠിച്ചിട്ട് വരിക. അവൻ പഠിച്ചിട്ട് വരും, എനിക്കറിയാം. അവൻ ഇന്നെന്തോ പ്രത്യേകം പറ്റിയത്. പഠിച്ചിട്ട് വരിക, പ്ലസ് ആ ക്വസ്റ്റ്യൻസ് ഇക്വേഷൻസ് എല്ലാം എഴുതിയിട്ട് വരിക. എന്നാലേ നമുക്ക് പഠിക്കാൻ പറ്റില്ല. ഇന്ന് പോയിട്ട് ആ ചാപ്റ്റർ പഠിച്ച് തീർക്കത്തില്ലേ? ടൈം കണ്ടെത്തി പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഇന്നിപ്പോൾ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഒരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിലെ ചാപ്റ്റർ ഒന്ന് തീർക്കുക. ചെറിയ ചാപ്റ്ററാണ്. പഠിച്ചിട്ട് വന്നില്ലെങ്കിൽ ഞാൻ വഴക്ക് പറഞ്ഞ് കുളിക്കാനോ ഒന്നും പോകണമെന്നില്ല. നിങ്ങൾക്ക് നല്ലതിന് വേണ്ടിയാ പറയുന്നതെന്ന് വിചാരിച്ചാണ്. ഓക്കെ, ഇറങ്ങിക്കോ. ആ ഫാഹിമിനെ കാണുമെങ്കിൽ ഒന്ന് പറയട്ടെ. ഓൺലൈൻ ക്ലാസ്സിൽ കയറുമ്പോൾ ഒന്ന് തുറക്കാം.